നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനം തൊടുപുഴയിൽ സമാപിച്ചു. മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ഗാന്ധി സ്ക്വയർ വരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പദ്ധതി നിർമ്മാണ പ്രവർത്തനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കുടുംബം. എള്ളുംപുറം കാഞ്ഞിരത്തെങ്കിൽ KV വർക്കിയും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ സത്രം എയർ ട്രിപ്പ് എന്ന സ്വപ്ന പദ്ധതി വനം വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീങ്ങിയതായി പീരുമേട് MLA വാഴൂർ സോമൻ അറിയിച്ചു. ₹1 കോടി അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങി നേരിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കീരമ്പാറ തെക്കുംമേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കിക്ക് ഡ്രങ്ക്സ് സേറ്റു സ്പോർട്സ് എന്ന പേരിൽ സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനം തൊടുപുഴയിൽ സമാപിച്ചു. ഇതിന്റെ ഭാഗമായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ഗാന്ധി സ്ക്വയർ വരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. തുടർന്ന് പൊതുസമ്മേളനവും നടത്തി. ശ്രീ വാഴൂർ സോമൻ, അഡ്വക്കേറ്റ് A. രാജ എന്നിവർ സംസാരിക്കുകയും സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്ന കൗമാരക്കാരും യുവാക്കളും അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന സഹോദരിയെയും കുഞ്ഞിനെയും കായിക പ്രവർത്തനങ്ങളും മറ്റ് വ്യായാമങ്ങളും വഴി ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കാം. ലഹരി ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും മാറ്റി നിർത്തുവാൻ ഏറ്റവും നല്ല മാർഗം അവരെ കായിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പദ്ധതി നിർമ്മാണ പ്രവർത്തനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കുടുംബം. എള്ളുംപുറം കാഞ്ഞിരത്തെങ്കിൽ KV വർക്കിയും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്.
വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം വീട് തകർന്നു വീഴുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. മേലുകാവ്, ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കാനാണ് കേരള വാട്ടർ അതോറിറ്റി രാമപുരം വെള്ളിലാപ്പള്ളി കടനാട് ശുദ്ധജല പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായി വാട്ടർ ടാങ്കും ട്രാൻസ്ഫോമറും മോട്ടോറും സ്ഥാപിക്കുവാൻ എള്ളുംപുറത്ത് സ്ഥലം ഏറ്റെടുത്തിരുന്നു. ഏറ്റെടുത്ത സ്ഥലത്ത് വാട്ടർ ടാങ്കും മോട്ടോറും സ്ഥാപിച്ചാൽ സമീപവാസികളുടെ ജീവനും സ്വത്തിനും ദോഷകരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുള്ളതുമാണ്. ഇതിനിടെയാണ് കോൺട്രാക്ടർ സ്ഥലത്തെ പാറ പൊട്ടിച്ചു മാറ്റിയത്. ഇതോടെയാണ് എള്ളുംപുറം കാഞ്ഞിരത്തിങ്കൽ KV വർക്കിയുടെ വീടിന് വിള്ളൽ വീണത്. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നാണ് വർക്കിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ബൂസ്റ്റിംഗ് സ്റ്റേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 60 അടി നീളത്തിൽ 40 അടി വീതിയിൽ 6.5 അടി പൊക്കത്തിൽ ഭീമമായ ഒരു ടാങ്ക് എൻ്റെ വീടിൻ്റെ മുകളിൽ വരുന്നു. അത് ഇപ്പം തന്നെ പാറ പൊട്ടിച്ച് എൻ്റെ വീടിനെല്ലാം വിള്ളൽ വീണിട്ട് ഇപ്പം ഓട് മുഴുവൻ ഇനിയും പൊളിച്ചു മേയാൻ അവരോട് പറയുന്നപ്പോൾ ഇങ്ങനെ വീടിന് പറ്റിയെന്ന് പറഞ്ഞപ്പം അവർ ഭീഷണിപ്പെടുത്തി തന്നെ. പാലായിലെ വാട്ടർ അതോറിറ്റിയുടെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ, അയാളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ മോളിൽ നിന്നും ഇപ്പോൾ ഇവർ പൊട്ടിച്ചിടത്തോളം 1 കൊല്ലത്തോളമായി പൊട്ടിയത് പറഞ്ഞിട്ട് പൊട്ടിച്ചിപ്പം മുഴുവൻ ഉറവയാണ്. ഈ ഉറവയ്ക്കകത്ത് കൊണ്ടൊന്ന് ടാങ്ക് പണിതാൽ താവോട്ട് 10-12 വീടോളം ഉണ്ട്. ഈ വീട് ഇരിക്കിൻ്റെ അവസ്ഥ എപ്പോൾ താഴെ പോയെന്ന് നോക്കിക്കൊണ്ടാൽ മതി. വീട് തന്നെയല്ല, ഇതിങ്ങനെ ഉയർന്ന ഒരു മലമ്പ്രദേശമാണ്. അതെല്ലാം കൂടെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം ആര് തരും? മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടുത്ത് പോയപ്പം ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയ വീട് പണിയുള്ളൂ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണമെന്ന് പറഞ്ഞ് വിധി തന്നിട്ട് തീർപ്പാക്കി തന്നിട്ടുണ്ട്. അതുപോലെ മാനേജിംഗ് ഡയറക്ടർ തിരുവനന്തപുരത്ത് നിന്ന് അയാളും തന്നിട്ടുണ്ട് ഇതുപോലെ ഒരു സംരക്ഷണം നൽകിയുള്ളതെന്നും പറഞ്ഞ് ഒരു വിധി. പക്ഷേ ഇത് വിധിക്കൊക്കെ എന്നാ വില? ഇപ്പോൾ അവർ പണി ഉഷാറായിട്ട് നടത്തുന്നു, മുഴുവൻ പാറ വെള്ളം. ഇപ്പോൾ എപ്പോഴാണ് ഇത് എല്ലാം കൂടെ പോരുന്നെന്ന് കണ്ടറിയണം. ഞങ്ങളങ്ങനെ ഭയപ്പാടോടെ കൂടി ജീവിക്കുന്നു. ഇതിന് മേലധികാരികൾ ഉണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരിടത്തെ ശുദ്ധജലക്ഷാമം അകറ്റാൻ മറ്റൊരിടത്തെ ജനത്തിന്റെ ജീവനും സ്വത്തും ഇല്ലാതാക്കുന്ന നടപടിയാണ് ബന്ധപ്പെട്ടവർ നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ അപകടകരമായ വൃക്ഷങ്ങൾ ഭീഷണി ഉയർത്തുന്നു. സംസ്ഥാന പാതയിൽ കുളമാവ് മുതൽ ഇടുക്കി കളക്ട്രേറ്റ് വരെയുള്ള ഭാഗത്താണ് വൻമരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. കാലവർഷം ആരംഭിക്കുന്നതോടെ ബലക്ഷയം ഉള്ള മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും പതിവാണ്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഇടുക്കി കളക്ട്രേറ്റിനും കുളമാവ് മുത്തിയൂരുണ്ടയാറിനും ഇടയിലാണ് ചെറുതും വലുതുമായ വൃക്ഷങ്ങൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്നത്. ഇതാകട്ടെ കാലവർഷമാകുന്നതോടുകൂടി കടപുഴകിയ റോഡിൽ ഗതാഗത തടസ്സത്തിനും വൻ അപകടങ്ങൾക്കും കാരണമാകും. ജില്ലാ ആസ്ഥാനത്ത് നിന്നും തൊടുപുഴ മേഖലയിലേക്കുള്ള ഏക ഗതാഗത മാർഗമായ റോഡിന്റെ വശങ്ങളിലെ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ വനം വകുപ്പ് തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കളക്ട്രേറ്റ് മുതൽ കുളമാവ് വരെയുള്ള പ്രദേശത്ത് അപകടകരമായ രീതിയിൽ വലിയ മരങ്ങൾ റോഡിലേക്ക് തള്ളി നിൽക്കുകയാണ്. അടിയന്തരമായിട്ട് വനം വകുപ്പും PWDയും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് ആ മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വരുന്ന കാലവർഷത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ജില്ലാ ഭരണകൂടം ഇതിൽ ബന്ധപ്പെടുകയും PWDക്കും വനം വകുപ്പിനും അടിയന്തരമായിട്ട് നിർദ്ദേശം നൽകി ഈ വൻ മരങ്ങൾ വെട്ടിമാറ്റണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. കാലവർഷം അടുക്കാൻ കേവലം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വനം വകുപ്പുകളും സംയുക്ത പരിശോധന നടത്തിയ ശേഷം ബലക്ഷയപൂർണമായ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നതിനൊപ്പം അപകടകരമായ മരശിഖരങ്ങളും വെട്ടിമാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷയുടെ കിരണങ്ങൾ. വണ്ടിപ്പെരിയാർ സത്രം എയർ ട്രിപ്പ് എന്ന സ്വപ്ന പദ്ധതിക്ക് വനം വകുപ്പിൻ്റേത് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീങ്ങിയതായി പീരുമേട് MLA വാഴൂർ സോമൻ അറിയിച്ചു.
NCCയുടെ പുതിയ ഡയറക്ടർ ജനറൽ എയർ ട്രിപ്പ് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷയുടെ കിരണങ്ങൾ. വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പ് എന്ന സ്വപ്ന പദ്ധതിക്ക് വനംവകുപ്പിന്റേതുൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീങ്ങിയതായി പീരുമേട് MLA വാഴൂർ സോമൻ അറിയിച്ചു. 2024 സെപ്റ്റംബർ 23 പ്രതിവർഷം 1000 NCC കേഡറ്റുകൾക്ക് വിമാനം പറത്തൽ പരിശീലനത്തിനായി വണ്ടിപ്പെരിയാർ സത്രത്തിൽ 12 കോടി രൂപ മുടക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇതിനിടയിലാണ് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്ന പരാതിയും ഒപ്പം കാലവർഷത്തിൽ റൺവേയുടെ ഒരു ഭാഗം ഇടിഞ്ഞുപോയതും പദ്ധതിക്ക് തിരിച്ചടിയായത്. ഇതിനുശേഷം ഈ പ്രശ്നങ്ങൾ തരണം ചെയ്തതോടെ നിർമ്മാണ പുരോഗതിക്കിടെ ഇവിടേക്കുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിൽ വനംവകുപ്പ് തടസ്സവാദവുമായി മുൻപോട്ട് വരികയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വനം റവന്യൂ വകുപ്പുകളുടെ മന്ത്രിതല യോഗം പീരുമേട് MLA വാഴൂർ സോമന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തതോടെയാണ് ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് മുളയ്ക്കുന്നത്. നിരവധി ആളുകൾ സീറോ ലാൻഡ് പദ്ധതി പ്രകാരമുള്ള സ്ഥലം അനുവദിച്ചിട്ടുള്ളതും മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനും സ്ഥലം അനുവദിച്ച പ്രദേശമാണ് വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് റവന്യൂ വകുപ്പാണ് NCCക്ക് 12 ഏക്കർ സ്ഥലം അനുവദിച്ചു കൊടുത്തത്. അതേപോലെ നിങ്ങൾക്കറിയാം മേലിൽ കാണുന്ന അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അനുവദിച്ചു കൊടുത്തതാണ്. അതിനപ്പുറം മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1000-ലധികം പാവങ്ങൾക്ക് സീറോ ലാൻഡ് പദ്ധതിയിൽപ്പെടുത്തി സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് 2017 നവംബറിൽ വനംവകുപ്പ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾക്ക് അയവ് വന്നതോടെയാണ് പദ്ധതിയുടെ പൂർത്തീകരണം സംബന്ധിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ NCCയുടെ പുതിയ ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖം സത്രത്തിൽ സന്ദർശനം നടത്തിയത്. For flying microlight, it can also do drone training, and drone licensing node is also going to come up shortly here. So I have come basically here to take stock of the situation, what all the work that is pending, and I can tell you the work is happening at a very good speed. But few minor issues we wanted to clear it at the earliest so that this gas strip is operationalized for NCC training. It's all almost ready. We are looking for the dining room to come up on the approach road which is coming up. That has to get connected. Recently there is a small caving in that has happened in the runway. That has to be filled up in the retention. If it has been done, more or less we'll be ready to start the training. Thereafter, finally, we'll keep on adding more accommodation. വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്ന അപ്രോച്ച് റോഡ് നിർമ്മാണം, റൺവേക്ക് തടസ്സമായുള്ള മണ്ണ് നീക്കം ചെയ്യൽ എന്നിവ പൂർത്തിയായാൽ ഇടുക്കിയുടെ സ്വപ്ന പദ്ധതി ഓഗസ്റ്റ് മാസം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ പോലീസ് പിടിയിൽ. മടക്കത്താനം സ്വദേശി റാഷിദ ആണ് പിടിയിലായത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമും തൊടുപുഴ പോലീസ് പ്രിൻസിപ്പൽ SI റോയ് NS, അഡീഷണൽ SI രാഹുൽ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കിണർ തേകാൻ ഇറങ്ങിയ തൊഴിലാളി അപകടത്തിൽപ്പെട്ടു. മൂലമറ്റം ഇടക്കര ബാവുവിന്റെ കിണർ തേകാൻ ഇറങ്ങിയ ആള് അപകടത്തിൽപ്പെട്ടു. 60 അടി താഴ്ചയുള്ള കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ മൂലമറ്റം തട്ടാപറമ്പിൽ ജസ്റ്റിനാണ് അപകടത്തിൽപ്പെട്ടത്. കിണർ വൃത്തിയാക്കിയതിനു ശേഷം കരയ്ക്ക് കയറുന്നതിനിടയിൽ കിണറിന്റെ ബീമുകൾ ഇടിഞ്ഞ് ജസ്റ്റിന്റെ മേത്ത് വീഴുകയായിരുന്നു. തുടർന്ന് മൂലമറ്റം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ ജസ്റ്റിനെ മൂലമറ്റം ബിഷപ്പ് വയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. മൂലമറ്റം ഇടക്കര ബാബുവിന്റെ കിണർ തേകാൻ ഇറങ്ങിയ ആൾ അപകടത്തിൽപ്പെട്ടു. 60 അടി താഴ്ചയുള്ള കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ മൂലമറ്റം തട്ടാപ്പറമ്പിൽ ജസ്റ്റിനാണ് അപകടത്തിൽപ്പെട്ടത്. കിണർ വൃത്തിയാക്കിയതിനു ശേഷം കരയ്ക്ക് കയറുന്നതിനിടയിലാണ് കിണറിന്റെ ബീമുകൾ ഇടിഞ്ഞ് കിണറിനുള്ളിലെ ജസ്റ്റിന്റെ ദേഹത്ത് പതിച്ചത്. അപകടാവസ്ഥയിലായ ജസ്റ്റിനെ രക്ഷിക്കാൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തുടർന്ന് മൂലമറ്റം അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിക്കുകയും സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ അസീസ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ബിജു സുരേഷ്, CC അജയകുമാർ, സീനിയർ ഫയർ ഓഫീസർമാരായ ജിൻസ് മാത്യു, MV മനോജ്, എൽദോസ് മാത്യു, ഫയർ ഓഫീസർമാരായ അരവിന്ദ് SR, സിജു MB തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശ്രമകരമായ രക്ഷാപ്രവർത്തനം നടത്തിയാണ് ആളെ കിണറിന് പുറത്തേക്ക് എത്തിച്ചത്. പരിക്കേറ്റ ആളെ മൂലമറ്റം ബിഷപ്പ് വയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. 1 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കൊരുങ്ങി നേരിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കോതമംഗലം താലൂക്കിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ +2 വിഷയങ്ങൾ അനുവദിച്ചിട്ടുള്ള എറണാകുളം ഇടുക്കി അതിർത്തിയിലെ പ്രധാനപ്പെട്ട സർക്കാർ വിദ്യാലയമാണ് നേരിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ.
എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേര്യമംഗലത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആധുനിക നിലവാരത്തിലേക്ക്. ബ്രിട്ടീഷ് രാജഭരണകാലത്ത് ആരംഭിച്ച പ്രൈമറി വിദ്യാലയത്തിന്റെ പൈതൃക കെട്ടിടം തനിമയോടെ നിലനിർത്തിയാണ് നേര്യമംഗലത്ത് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങി 3 വിഷയങ്ങളിലായി പ്രതിവർഷം 180 വിദ്യാർത്ഥികൾ ഇവിടെ അഡ്മിഷൻ തേടിയെത്തുന്നു. കോതമംഗലം താലൂക്കിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ +2 വിഷയങ്ങൾ അനുവദിച്ചിട്ടുള്ള എറണാകുളം ഇടുക്കി അതിർത്തിയിലെ പ്രധാനപ്പെട്ട സർക്കാർ വിദ്യാലയമാണ് നേര്യമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ. 1 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപം നേര്യമംഗലം ഇടുക്കി സംസ്ഥാന പാതയിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷവും മികച്ച വിജയം പ്രതീക്ഷയിലാണെന്ന് പ്രിൻസിപ്പൽ VR മഞ്ജു, അധ്യാപകൻ MM അബ്ദുൾ സലാം എന്നിവർ അറിയിച്ചു. 180 കുട്ടികൾക്ക് വിവിധ ബാച്ചുകളിലായി പഠിക്കാനുള്ള അവസരമുണ്ട്. മികച്ച പഠന നിലവാരം, വിജയ ശതമാനവുമുള്ള സ്കൂളാണ്. അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും നല്ല നിലവാരം പുലർത്തുന്നു. 1 കോടി രൂപയുടെ ലാബ് കെട്ടിടം കൂടി സാധ്യമാകുന്നതോടുകൂടി നേര്യമംഗലം സ്കൂളിന് ഒരു മികച്ച വികസന നേട്ടം തന്നെ അവകാശപ്പെടാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഫലവൃക്ഷ തൈകൾ മുതൽ റബ്ബർ തൈകളും ഔഷധ സസ്യങ്ങളും ലഭിക്കുന്ന കാർഷിക ഉദ്യാന നഴ്സറിയെക്കുറിച്ച് അറിയാം. 4.5 പതിറ്റാണ്ടായി കുടയത്തൂരിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഉദ്യാന നഴ്സറിയാണ് വൈവിധ്യം നിറഞ്ഞ ആ നഴ്സറി. കാണാം വിശേഷങ്ങൾ. ഇപ്പോൾ കാർഷിക നഴ്സറികൾ സർവ്വസാധാരണമാണ്. എന്നാൽ കുടയത്തൂർ സംഗമം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഉദ്യാന നഴ്സറിയെ വ്യത്യസ്തമാക്കുന്നത് തങ്ങളുടെ പാരമ്പര്യം കൊണ്ടാണ്. 4.5 പതിറ്റാണ്ടായി മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സറിയാണ് സെന്റ് ജോസഫ്. തെങ്ങ്, കമുകർ, ജാതി, റംബൂട്ടാൻ, 40-ലധികം മാവുകളും അവക്കാഡോയും മിൽക്ക് ഫ്രൂട്ടും ഉൾപ്പെടെ നിരവധി ഫലവൃക്ഷ തൈകൾ ഇവിടെയുണ്ട്. കൂടാതെ ഗാർഡനിംഗ് മെറ്റീരിയൽസ്, ചെടിച്ചട്ടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ജൈവവളങ്ങൾ തുടങ്ങിയവയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. 3 ഏക്കറിലായി പരന്നു കിടക്കുന്ന നഴ്സറി 4.5 പതിറ്റാണ്ടായി നടത്തിക്കൊണ്ടു പോകുവാനുള്ള കാരണം കൃഷിയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയും നാളത്തെ അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ബഡ്ഡിങ്ങിലും ഗ്രാഫ്റ്റിംഗിലും പരിശീലനം കൊടുക്കുന്നുമുണ്ട്. അതും തികച്ചും സൗജന്യമായി. ഇവിടെ എല്ലാ നടീൽ വസ്തുക്കളും ഉണ്ട്. തെങ്ങ് മുതൽ തെങ്ങ്, കമുക്, ജാതി, കൊക്കോ, ഗ്രാമ്പു, ഏലം, പൊടി, അതുപോലെ തന്നെ മാവ് വെറൈറ്റികൾ ഒത്തിരിയുണ്ട്. 40ഓളം വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ N18, സീസർ, റംബൂട്ടാൻ്റെ മഞ്ഞ, ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം നിലവിലുണ്ട്. ഒരുപാട് ചെടികളുണ്ട്, ചെടിച്ചട്ടികളുണ്ട്. ചെടി നടുന്ന വിധങ്ങളും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മട്ടോവ എന്ന് പറയുന്നൊരു ഫ്രൂട്ട്സ് ഉണ്ട്, മിൽക്ക് ഫ്രൂട്ടുണ്ട്, ലോങ്ങൻ ഫ്രൂട്ടുണ്ട്, അവക്കാഡോ ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ. സപ്പോർട്ടാന് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് എല്ലാം നമ്മൾ തന്നെ ഇവിടെ സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ്. ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, പതിവയ്ക്കൽ, സ്റ്റോൺ ഗ്രാഫ്റ്റ് ഇതെല്ലാം ചെയ്താണ് നമ്മളിവിടെ തൈ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാത്തിനും ഉത്തരവാദിത്വമുണ്ട്, വിശ്വസ്ത. ഈ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു നടീൽ വസ്തുക്കൾക്കും ഇതുവരെ ആരും ഇന്നുവരെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. കായ്ച്ചിട്ടില്ലെന്നോ അല്ലെ മോശമായെന്നോ പറഞ്ഞ് കേട്ടിട്ടില്ല ഇതുവരെ. പിന്നെ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ് തുടങ്ങിയത് ഞങ്ങൾ പരിശീലനം കൊടുക്കാറുണ്ട്. പക്ഷേ അത് പൈസക്കൊന്നുമല്ല, അവർക്ക് നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്യും. പിന്നെ സർക്കാരിൻ്റെ ഒരുപാട് പരിശീലന പദ്ധതികൾ കർഷകർക്കായിട്ടുള്ളത് നമ്മുടെ നഴ്സറി വെച്ചിപ്പോൾ നടത്താറുണ്ട്. ഫലവൃക്ഷ തൈകളോ ഇൻഡോർ പ്ലാന്റുകളോ ഉദ്യാന ഔഷധ സസ്യങ്ങളോ ആവശ്യമെങ്കിൽ കുടയത്തൂർ സംഗമം ജംഗ്ഷനിലെ സെന്റ് ജോസഫ് കാർഷിക ഉദ്യാന നഴ്സറിയിലെത്താം.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കീരമ്പാറ തെക്കുമേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. പദ്ധതിക്ക് സൗജന്യമായ സ്ഥലം വിട്ടു നൽകിയ അന്തരിച്ച കല്ലാനിക്കൽ KP മത്തായിയുടെ ഭാര്യ അന്നമ്മ മത്തായി, മകൻ പ്രകാശ് M കല്ലാനിക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കീരമ്പാറ പഞ്ചായത്തിൽ തെക്കുമേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. 59.10 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത്. MLA ഫണ്ട് 27 ലക്ഷം, ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം, ബ്ലോക്ക് പഞ്ചായത്ത് 8.5 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് 5.6 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് CFC ഫണ്ട് 8 ലക്ഷം രൂപ എന്നിവ ഉൾപ്പെടെയാണ് 59.10 ലക്ഷം രൂപ പദ്ധതിക്കായി ചിലവഴിച്ചത്. 1, 2, 12, 13 വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണിത്. പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നാടിന്റെ പല മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് അടക്കമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രിയപ്പെട്ട മത്തായി ചേട്ടൻ വലിയൊരു മാതൃക കാണിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. അന്തരിച്ച KP മത്തായി കല്ലാനിക്കലാണ് ഈ പദ്ധതിക്ക് സൗജന്യമായി 4 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. KP മത്തായിയുടെ ഭാര്യ അന്നമ്മ മത്തായി, മകൻ പ്രകാശ് M കല്ലാനിക്കൽ എന്നിവരെ MLA പൊന്നാടയണിച്ച് ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം, KK ദാനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സിനി ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജിജോ ആന്റണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മഞ്ജു സാബു, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജോമി തെക്കേക്കര, ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ്, വാർഡ് മെമ്പർമാരായ മാമച്ചൻ ജോസഫ്, ഷാൻഡി ജോസഫ്, VC ചാക്കോ, ആശാമോൾ ജയപ്രകാശ്, ലിസി ജോസ്, VK വർഗീസ്, അൽഫോൺസ സാജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MS ശശി, രാജു എബ്രഹാം, നാരായണൻ, AK കൊച്ചുഗുരു, ജോജീസ് കറിയ, മാമച്ചൻ PA, മനോജ് TV എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ സ്വാഗതവും വാർഡ് മെമ്പർ ബേസിൽ ബേബി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിന് സമീപം പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് കൗതുകം സമ്മാനിക്കാറുണ്ട്. പുൽമേടുകളിൽ തീറ്റ തേടി നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് നയന മനോഹര കാഴ്ചയാണ് നൽകുന്നത്. കാടിറങ്ങുന്ന കാട്ടാനകൾ ആശങ്ക മാത്രമല്ല, ചിലപ്പോഴെങ്കിലും കണ്ണുകൾക്ക് കൗതുക കാഴ്ചയും നൽകാറുണ്ട്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിന് സമീപം പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് കൗതുകം സമ്മാനിക്കുന്ന കാഴ്ചയാണ്. ചിലപ്പോൾ ഒറ്റയ്ക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളടക്കവും കൂട്ടമായുമൊക്കെ ഇവിടെ കാട്ടാനകൾ തീറ്റ തേടിയും വിശ്രമിച്ചുമൊക്കെ നടക്കാറുണ്ട്. മഴ പെയ്തതോടെ ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ ഇളം പുല്ലുകൾ കിളിർത്ത് ആനകൾക്ക് തീറ്റ വേണ്ടുവോളം നൽകുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്കപ്പോഴും ഇതുവഴി കടന്നു പോകുന്നവർക്ക് കാട്ടാനകൾ മേയുന്ന കൗതുക കാഴ്ച കാണാം. சென்னையிலேருந்து வந்திருக்கோம். மூணாரில் கிளைமேட் ரொம்ப நல்லா இருக்குது. நாங்கள் எக்கோ பாயிண்ட்டு, ஃபோட்டோ பாயிண்ட் அங்கெல்லாம் கிளைமேட் நல்லா இருக்குது. மழை வேலை வந்துட்டு இருக்குது. சென்னை வெயிலுக்கு இங்கே வந்து ஆமாம், யானையை கூட பார்த்தோம். கிட்ட போய் பார்த்ததில்ல, சென்னையில் பார்த்துட்டோம், கிட்ட போய் பார்த்தோம். யானை சஃபாரியும் സിപ്ലൈൻ സവാരി അതെല്ലാം എക്സൈറ്റ്മെൻറ്റ്. ആനച്ചന്തം മതിവരുവോളം കണ്ടും ചിത്രങ്ങൾ പകർത്തിയും മാത്രമേ സഞ്ചാരികൾ യാത്ര തുടരാറുള്ളൂ. മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ തീരത്ത് തീറ്റ തേടി നടക്കുന്ന കാട്ടാനകളുടെ കാഴ്ചയും സഞ്ചാരികളെ രസിപ്പിക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ ജലാശയത്തിലിറങ്ങി നീരാട്ട് നടത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെയും സഞ്ചാരികൾ കാണാറുണ്ട്. വണ്ണപ്പുറത്ത് ഒരു കളിക്കളം വേണമെന്ന് ആവശ്യപ്പെട്ട് കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാന് നിവേദനം നൽകുന്നതിനു വേണ്ടി പ്രമുഖ ക്ലബ്ബുകളുടെയും കായിക പ്രേമികളുടെയും നേതൃത്വത്തിൽ 1501 കായിക താരങ്ങളുടെ ഒപ്പ് ശേഖരിച്ചു. ഇടുക്കി ജില്ലാ സെവൻസ് ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി ഷൗക്കത്ത് വെളിയത്തൂടി, ബീറ്റ്സ് യുണൈറ്റഡ് ക്ലബ് സെക്രട്ടറി സക്കീർ വാണിയപ്രയിൽ, ടൊർണാഡോസ് ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് സനു കക്കാടൻ, ആഷിഖ് കലിയാർ,
ഫിലിപ്പ് വേൾഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ജീവൻ ബാബു, മാനേജർ KE നൌഷാദ്, സിയോൺ, സിറാജ്, കുനിയിൽ, ഷാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒപ്പ് ശേഖരണം നടത്തിയത്. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ മൊബൈൽ ഫോൺ ഉടമയെ കണ്ടെത്തി തിരിച്ചു കൊടുത്ത് ശിവരാമൻ മാതൃകയായി. നെയ്ശ്ശേരി സ്വദേശി മലയിൽ ശിവരാമൻ തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപമുള്ള റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് റോഡിൽ വീണ് കിടന്ന ഫോൺ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ശിവരാമന്റെ ബാല്യകാല സുഹൃത്തായ BBC ചാനലിലെ സാബു നെയ്ശ്ശേരിയെ ഫോൺ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഫോണിന്റെ ഉടമയായ കുമാരമംഗലം വേങ്ങത്താനം അയ്യപ്പദാസ് BBC ഓഫീസിൽ വന്ന് ശിവരാമനിൽ നിന്നും ഫോൺ ഏറ്റുവാങ്ങി. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ മൊബൈൽ ഫോൺ ഉടമയെ കണ്ടെത്തി തിരിച്ചു കൊടുത്ത ശിവരാമൻ മാതൃകയായി. നെയ്ശ്ശേരി സ്വദേശി മലയിൽ ശിവരാമൻ വ്യാഴാഴ്ച തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപമുള്ള റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് റോഡിൽ വീണ് കിടന്ന ഫോൺ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ശിവരാമന്റെ ബാല്യകാല സുഹൃത്തായ BBC ചാനലിലെ സാബു നെയ്ശ്ശേരിയെ ഫോൺ ഏൽപ്പിക്കുകയായിരുന്നു. ഉടമയെ കണ്ടെത്തി ഫോൺ നൽകണമെന്നും ആവശ്യപ്പെട്ടു. അല്ല, ന്യൂമാൻ കോളേജിന്റെ പടിയായിട്ട് തൊട്ടുപുറ ആ ടൈൽസിന്റെ മുകളിൽ കൂടെ അങ്ങ് നടന്നു പോയത്. അടിയുടെ തൊട്ടുപുറ ആ സ്കൂട്ടർ വെക്കണടുത്ത് ഈ സാധനം കവർന്ന് എടുക്കരുത്. കവറാന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തിളങ്ങാനില്ല. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ വെയിറ്റ് ഉണ്ടാക്കണം. എടുത്തുകൊണ്ട് അല്ല, അത് കൊടുത്തപ്പോൾ ഇങ്ങനെ കൂട്ടുകാരൻ്റെ കൈ കൊണ്ട് കൊടുക്കാതെ പുറത്ത് കഴിഞ്ഞ് പോകുന്നു. അതുപോലെ ഫോൺ ലോക്കായതിനാൽ വിളിക്കുവാൻ പറ്റില്ലായിരുന്നു. ഇതിനിടെ ഫോൺ കവറിൽ നിന്നും തൊണ്ടിക്കുഴ ക്ഷേത്രത്തിന്റെ ഒരു രസീത് കണ്ടെത്തി. തുടർന്ന് ജന്മഭൂമി ലേഖകൻ അനൂപ് തൊണ്ടിക്കുഴയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഫോണിന്റെ ഉടമയെപ്പറ്റി വിവരം ലഭിച്ചത്. അനൂപ് അറിയിച്ചതനുസരിച്ച് ഫോണിന്റെ ഉടമയായ കുമാരമംഗലം വേങ്ങത്താനം അയ്യപ്പദാസ് BBC ഓഫീസിൽ വന്ന് ശിവരാമനിൽ നിന്നും ഫോൺ ഏറ്റുവാങ്ങി. നെയ്ശ്ശേരി സ്വദേശിയാണെങ്കിലും തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ ജോലി ചെയ്താണ് ശിവരാമൻ ജീവിക്കുന്നത്. ഇപ്പോൾ മേലുകാവിൽ ഒരു വീട്ടിലാണ് താമസം. വർഷങ്ങൾക്ക് മുൻപ് R ബാലകൃഷ്ണപിള്ള നേതൃത്വം നൽകിയിരുന്ന കേരള കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഹരിജൻ കോൺഗ്രസിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായി ശിവരാമൻ പ്രവർത്തിച്ചിരുന്നു. ഫോൺ തിരികെ നൽകിയ ശിവരാമന് അയ്യപ്പദാസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനം തൊടുപുഴയിൽ സമാപിച്ചു. മന്ത്രി V അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ഗാന്ധി സ്ക്വയർ വരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പദ്ധതി നിർമ്മാണ പ്രവർത്തനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കുടുംബം. വെള്ളംപുറം കാഞ്ഞിരത്തെങ്കിൽ KV വർക്കിയും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ സത്രം എയർ ട്രിപ്പ് എന്ന സ്വപ്ന പദ്ധതി വനം വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീങ്ങിയതായി പീരുമേട് MLA വാഴൂർ സോമൻ അറിയിച്ചു. ₹1 കോടി അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങി നേരിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കീരമ്പാറ തെക്കുംമേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.